ചെറിയ കുട്ടി, ഒരു 10 വയസ്സ് കാണും. അവൻ സൺഡേ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മാതാവ് ചോദിച്ചു, ഇന്ന് ടീച്ചറെ എന്താ പഠിപ്പിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. മോശ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച, ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ കൊണ്ടുപോകുന്ന കഥയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മോൻ അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഉവ്വ, അമ്മ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. മോശ റേഡിയോയിൽ കൂടെ മിസ്രയീമിലുള്ള ഇസ്രായേൽ ജനത്തെ എല്ലാവർക്കും അറിവ് കൊടുത്തു, ഇന്ന് രാത്രിയിൽ നമുക്ക് മിസ്രയീം വിട്ടു പോകണം. അതിനൊരു സിഗ്നൽ ലൈറ്റ് ലേസർ രശ്മി പോലെ ഇങ്ങനെ ആകാശത്തേക്ക് ചുറ്റിയടിക്കും. അപ്പോൾ നിങ്ങൾ അത് വിട്ടിട്ട് പോരണം. അങ്ങനെ ചെയ്ത് അവരെല്ലാവരും വലിയ വലിയ മിലിറ്ററി ട്രക്കിലും ടാങ്കിലും ഒക്കെ കയറി അവര് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് അവര് ചെങ്കടലിന്റെ റെഡ് സീയുടെ കരയിലെത്തി. അക്കരയ്ക്ക് പോകുവാൻ അവരൊരു പട്ടാളക്കാർ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ടെമ്പററി ബ്രിഡ്ജ് ഉണ്ടാക്കി ഇവരെല്ലാവരും അക്കരെ കടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മിസ്രയീമിലെ ഫറവോനും സൈന്യവും ഈ ബ്രിഡ്ജിൽ കൂടെ കയറി പിടിക്കാനായിട്ട് വന്നപ്പോൾ മോശ ആ ബ്രിഡ്ജ് അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തു. അവരെല്ലാം ചെങ്കടലിൽ മുങ്ങിപ്പോയി എന്ന് ആ ചെറുക്കൻ അമ്മയോട് പറഞ്ഞു. അമ്മ ഇങ്ങനെ നോക്കി, എന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ, വാസ്തവമായും ഇങ്ങനെ തന്നെയാണോ ആ ടീച്ചർ നിനക്ക് സ്റ്റോറി പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അമ്മേ, അവര് പറഞ്ഞു തന്നത് കേട്ടാൽ അമ്മ പോലും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ഞാന് വിശ്വസിക്കുന്ന നിലയിൽ അതങ്ങ് പറഞ്ഞു തന്നതാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും അതുപോലെ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരുടേതായ രീതിയിൽ അത് സ്റ്റോറി വ്യത്യസ്തപ്പെടുത്തി അവർ ഈ കാലഘട്ടത്തിനനുസരിച്ച് അത് മെനഞ്ഞെടുക്കുകയാണ്. എന്നാൽ ദൈവവൈതലേ, വേദപുസ്തകത്തിലെ ദൈവം അന്നും ഇന്നും എന്നും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്തവൻ ഇന്നും ചെയ്യുവാൻ ശക്തനാണ്. ദൈവിക വാഗ്ദത്തങ്ങളിലും വചനത്തിലും വിശ്വസിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെയും യൗവനക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും മധ്യത്തിൽ മാതാപിതാക്കളെ, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നാം നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം.